തൃശൂർ മരത്താക്കരയിൽ ഫർണിച്ചർ ഷോറൂമിൽ വൻ തീപിടുത്തമുണ്ടായി. പുലർച്ചെ 4 മണിക്കുണ്ടായ തീപിടുത്തത്തിൽ ഷോറൂമും ഫർണിച്ചറുകളും പൂർണ്ണമായി കത്തിനശിച്ചു. ഫർണിച്ചർ ഷോറൂമിൽ ഉപയോഗിച്ചിരുന്ന അലങ്കാര ലൈറ്റുകളിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ജില്ലാ ഫയർ ഓഫീസർ വൈശാഖ് പറഞ്ഞത്. നിലവിൽ നമുക്ക് ഏകദേശം ഒരു 2 മണിയോടുകൂടിയാണ് നമുക്ക് ഒരു മെസ്സേജ് ലഭിക്കുന്നത് ഇവിടെ ഫയർ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള ഏകദേശം 6 യൂണിറ്റുകളെ നമ്മൾ അറിയിച്ചു. ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, വടക്കാഞ്ചേരി, പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ള വാട്ടർ ബ്രൗസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫയറാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഫയർ നമ്മൾ 3 സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഒരു സെക്ടറിൽ ഒരു പോയിന്റിൽ 2 വാഹനം വെച്ച് വർക്ക് ചെയ്യുകയും ഏകദേശം 70,000 ലിറ്ററോളം വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീ 2 മണിക്കൂർ കൊണ്ട് നിയന്ത്രണ വിധേയമാക്കിയത്. 40ഓളം ജീവനക്കാരും ഉണ്ടായിരുന്നു. അതീവ ശ്രമകരമായ ജോലിയിലൂടെയാണ് രാത്രി 2 മണിയോടുകൂടി സംഭവിച്ച വൻ തീപിടുത്തം അവിടെ അഗ്നിശമന സേനാ വിഭാഗത്തിന് പൂർണ്ണമായും അണയ്ക്കാനായത് എന്നതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഫയർ ഓഫീസർ വൈശാഖ് സൂചിപ്പിച്ചത്. സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, തീ പൂർണ്ണമായും അണയ്ക്കാനായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് നമ്മൾ കേട്ടു. ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണം? എത്രമാത്രം നഷ്ടമാണ് ഈ വലിയ തീപിടുത്തത്തിലൂടെ കടയുടമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്? പ്രാഥമികമായ കണക്കെടുപ്പ് എന്താണ്? ശരത്ത്, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇത് വലിയ രീതിയിലുള്ള ആഡംബര ഫർണിച്ചറിൻ്റെ ഒരു ഷോറൂമാണ്. ഷോറൂമിനോടൊപ്പം തന്നെ ഫർണിച്ചർ നിർമ്മാണ ഫാക്ടറിയും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയാണ്. ഇത് രാവിലെ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ ഫയർഫോഴ്സ് അറിയിച്ചതിനെ തുടർന്ന് തന്നെ ഇതിൻ്റെ ഉടമസ്ഥനെത്തുകയും ഇത് കത്തിയ സാധനങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫർണിച്ചറുകൾ പൂർണ്ണമായും കത്തിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്, ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്തുണ്ടായിരുന്ന ഫർണിച്ചർ, കത്തി നശിച്ച ഫർണിച്ചറുകളുടെ അവശിഷ്ടങ്ങളൊക്കെ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. പൂർണ്ണമായും ഫയർഫോഴ്സ് തീ അണച്ചത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി. കാരണം ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നിരവധി വീടുകളുള്ളത്. അപ്പോൾ വീടുകളിൽ എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയം കൂടെ ആയിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ തീ കണ്ടതും. അതിനെ തുടർന്നാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് ഫയർഫോഴ്സ് കൃത്യസമയത്ത് എത്തി കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ച് വലിയ അപകടം അല്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ ഒഴിവാക്കാൻ സാധിച്ചു. ശരത്. ശരി, സുനിൽ അരുമാനൂരാണ് തൃശ്ശൂരിൽ നിന്നും മരത്താക്കരയിൽ ഈ വലിയ തീപിടുത്തത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.